മനോഹരമാണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചിരികൊണ്ട് നേരിടുന്ന രണ്ടുപേരെ നമുക്കിന്ന് പരിചയപ്പെടാം. സാം ആൻഡ് അമ്മ ദീപ്തി. സാമിന്റെ ജീവിതമാണ് ദീപ്തി ഇന്ന് നമ്മളോട് പങ്കുവെക്കുന്നത്. ചെറിയ ചെറിയ ക്യാൻവാസിൽ വലിയ ലോകങ്ങൾ തുറക്കുന്ന സാം. ആ ലോകത്തിന്റെ വിശാലത നമ്മളെ അങ്ങ് അത്ഭുതപ്പെടുത്തും. സാമിന് ഓട്ടിസമാണെന്ന് 3-ാമത്തെ വയസ്സിൽ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തെക്കുറിച്ച് അമ്മയുടെ വാക്കുകളിലേക്ക്. ഗ്രാജുവലി റിഗ്രഷൻ വന്നു. അതായത് ഓരോ വാക്കുകളായിട്ട് അവൻ മറന്ന് തുടങ്ങി. അതുപോലെ അവൻ്റെ ബിഹേവിയറിലും അവനോട് മാത്രമായിട്ട് ഒരു കളികളിൽ ഏർപ്പെട്ടു. വേറെ ആരോടും അധികം മിങ്കിൾ ചെയ്യില്ല, സോഷ്യലൈസേഷൻ ഇല്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ എന്തോ ഒരു ഡിഫറൻസ് ഇവനിൽ സംഭവിക്കുന്നുണ്ടെന്ന് ആസ് എ പാരൻസ് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്നപ്പോഴും അതിന് പറയുമ്പം ഒരു 19 years ആയല്ലോ ഓൾറെഡി. അപ്പം അന്നേരം ഓട്ടിസം ഒന്നും പലർക്കും അറിയില്ല. ഞാനൊന്നും കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ അവിടെ വന്ന് പല പീഡിയാട്രീഷ്യൻസിനൊക്കെ കാണിക്കുമ്പോഴും ഇല്ല, കുഴപ്പമൊന്നുമില്ല, കുട്ടി ഓൾറെഡി സംസാരിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്ക് കുറഞ്ഞിങ്ങ് പോകുന്നില്ല, സാരമില്ല, തിരിച്ചു വരും, അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയ റെസ്പോൺസ്. പിന്നെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴാണ് ഫസ്റ്റ് ടൈം ഓട്ടിസം എന്നുള്ളൊരു വാക്ക് കേൾക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞത് ഇത് മേ ബി ഓട്ടിസം ആയേക്കാന്ന്. അന്നേരവും ഈ ഓട്ടിസം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ഗ്രാവിറ്റി നമുക്കറിയില്ല. ഇത് എന്താണ്, അത് മാറൂലാത്തതാണോ അതെയോ എന്താണ് എന്നൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വികാരം തോന്നിയില്ല. ഈ ഓട്ടിസം ആന്ന് മനസ്സിലാക്കിയപ്പോഴും. പിന്നെ കൂടുതൽ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോഴാണ് ഈ ഓട്ടിസം ചിത്രമാത്രം എന്താ പറയുക ഒരു വ്യത്യസ്തമായതും ലൈഫ് ലോങ് നിലനിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അങ്ങനെയാണ് മനസ്സിലായത്. അന്നേരവും ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഭേദപ്പെടുത്തി എടുക്കാം, നോർമൽ ലൈഫിലേക്ക് ഇവനെ കൊണ്ടുവരാം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കൂടുതൽ അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും വലിയൊരു ഷോക്ക് തോന്നിയില്ല. എന്ന് വെച്ചാൽ ഓക്കെ ആവും, ഗ്രാജുവലി ഇത് ഓക്കെ ആവും എന്നൊരു വിശ്വാസമായിരുന്നു മനസ്സിലുള്ളത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ് ഒരു രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയൊരു ഷോക്കായിട്ട് അന്നേരം തോന്നില്ല. ഒരു പക്ഷേ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഓട്ടിസത്തെ പറ്റിയൊക്കെ നല്ലോണം അറിയാവുന്നത് കൊണ്ട് അയ്യോ ഓട്ടിസാണോ എന്നൊരു ഷോക്ക് പോലെ തോന്നിയത്. അന്നേരം കുഴപ്പമില്ല, ഗ്രാജുവലി അവൻ ഓക്കെ ആവും എന്നുള്ളൊരു ഫീലിംഗ് ആണ് ആദ്യം മനസ്സിൽ വന്നത് ഇവന് ഓട്ടിസാണ് ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ. അതും ഓട്ടിസത്തിൻ്റെ ഡോക്ടർ പറയുമ്പോഴും അത്ര സീരിയസ് ആയിട്ടൊന്നുമല്ല, മേ ബി ക്യാൻ ബി എന്നൊക്കെയുള്ള ഇതാണ് പറഞ്ഞത്. പിന്നെ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ, അപ്പം വീണ്ടും അവൻ സംസാരിച്ചോളും, അങ്ങനെയാണ് ഓട്ടിസത്തിലും അങ്ങനെ ഉണ്ട്, നമുക്ക് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന തെറാപ്പിസ്റ്റുകളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആത്മവിശ്വാസം. മൂവാറ്റുപുഴയിലുള്ള അമ്മയുടെ വീടാണ് സാമിനെ രൂപപ്പെടുത്തിയത്. നമ്മൾ സാമിനോട് സംസാരിക്കുന്നതിനിടയിൽ അവൻ്റെ കഥകളിലും കണ്ണുകളിലും മുഴുവൻ നിറഞ്ഞു നിന്നത് മൂവാറ്റുപുഴയിലെ തോടും വരമ്പും പൂമ്പാറ്റകളുമാണ്. മുത്തച്ഛനാണ് സാമിൻ്റെ ഫോട്ടോഗ്രാഫിയിലെ കഴിവ് കണ്ടെത്തുന്നത്. വളരെ മനോഹരമായി സാമിനെ രൂപപ്പെടുത്തിയത് മുത്തച്ഛനും മുത്തശ്ശിയുമാണ്. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡാഡിയുടെ മൊബൈലിലാണ് അവൻ കൂടുതലും ഇങ്ങനെ കളിക്കുന്നത്, പല പല ടൈപ്പ് ഫോട്ടോ എടുത്തിട്ട്. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ എടുക്കുന്ന കൂട്ടത്തിൽ പല ഫോട്ടോസും ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഭയങ്കര രസമുള്ള ടൈപ്പ് എടുക്കുന്ന ഫോട്ടോ കണ്ട് അങ്ങനെ എൻ്റെ ഡാഡി അവനെ കുറേ എൻകറേജ് ചെയ്തു. അവിടെ നാട്ടിൽ മൂവാറ്റുപുഴ കുറേ പറമ്പും ഇതുപോലെ തോടും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോയി കുറേ ഫോട്ടോസ് എടുത്തു. അപ്പം അങ്ങനെ വന്നപ്പം ആ സമയത്ത് ദ ആർട്ട് സാങ്ച്വറി എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂർ ഒരു ഫേമുണ്ട്, സ്പെഷ്യൽ കിഡ്സിന് വേണ്ടി ആർട്ട് ട്രെയിനിങ് കൊടുക്കണേ. അവിടെ 10 പേരെ സെലക്ട് ചെയ്തിട്ട് ഷോർട്ട് ഫിലിം മേക്കിംഗ് ഫോട്ടോഗ്രാഫി ട്രെയിനിങ് കൊടുത്തു. കാരണം ഓൺലൈനായിട്ടാണ്, കൊറോണ ആയിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇവൻ സെലക്റ്റഡ് ആയി 10 പേരിൽ. പിന്നെ അതിൽ 3 പേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഒരു സെക്കൻഡ് കോഴ്സും കൊണ്ട് അവർ ചെയ്തു. ആ 3 പേരിലും ഇവൻ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് ആ സമയത്ത് നല്ലോണം ട്രെയിനിങ് കിട്ടി. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ആയിരിക്കില്ല, ഇങ്ങനെ എടുക്കാൻ പറയുമ്പോൾ അവനങ്ങനെ എടുക്കുകയൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കാത്ത സമയത്ത് അവർ പെട്ടെന്ന് ഒരു ആംഗിളിൽ പോയി അവൻ തന്നെ എടുത്തിട്ട് വരും. അങ്ങനെ നമ്മളൊരു കാര്യം പഠിപ്പിച്ചാൽ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞാൽ അതുപോലെയൊന്നും ചെയ്യില്ല. പക്ഷെ പഠിപ്പിച്ചതൊക്കെ എവിടേക്കോ അവൻ്റെ മനസ്സിലുണ്ട്. അത് വെച്ച് പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ അവൻ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ എടുത്ത ഫോട്ടോ നോക്കുമ്പം അതിൽ മനസ്സിലാവും. അപ്പം അങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ല, ഗാഡ്ജറ്റ്സ്, കമ്പ്യൂട്ടർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് 3 yearsലോട് തന്നെ അവൻ കമ്പ്യൂട്ടറൊക്കെ, ഞാൻ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും സിസ്റ്റം ഉണ്ടായിരുന്നു. സെർച്ച് ചെയ്ത് ഈവൻ കമ്മ്യൂണിക്കേഷൻ തന്നെ ഒരു സ്റ്റാർ ഫോൾ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് വഴിയാണ് ഇവൻ ആക്ച്വലി ഒരു 2 വയസ്സായപ്പോഴത്തേക്ക് അവൻ കംപ്ലീറ്റ് മ്യൂട്ടായിരുന്നു. ഒന്നും പറയില്ലാണ്ടായിരുന്നു. അവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്റ്റോപ്പായിരുന്നു, സ്പീച്ച് സ്റ്റോപ്പായിരുന്നു.
പിന്നീട് ഈ വെബ്സൈറ്റിലും കമ്പ്യൂട്ടറിലും കണ്ട ഓരോ വേർഡ്സ് പറഞ്ഞിട്ടാണ് അവൻ്റെ 4 വയസ്സായപ്പോഴാണ് അവൻ രണ്ടാമത് അമ്മ എന്ന് പറഞ്ഞ ഓരോ വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ സ്റ്റാർ ഫോളിൽ കുറേ ബി ബോയ്, ഐ എം എ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവൻ പറഞ്ഞു തുടങ്ങി. സ്റ്റാർ ഫോൾ എന്ന് പറഞ്ഞ വെബ്സൈറ്റ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ ഡെവലപ്മെൻറ്റിൽ വെബ്സൈറ്റ്സ്, കമ്പ്യൂട്ടർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ സ്പീച്ച് ഇൻക്രീസ് ചെയ്യാനും അവൻ്റെ സോഷ്യൽ സ്കിൽസ് ഇൻക്രീസ് ചെയ്യാനും വെബ്സൈറ്റ്സ് ഒത്തിരി അവന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവൻ ഗ്രാജുവലി ആദ്യം ടക്സ് പെയിൻറ്റ് അങ്ങനെ കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ അന്നിപ്പം വലിയ സോഫ്റ്റ്വെയർസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. അതൊക്കെ ചെയ്തിട്ട് ഡിജിറ്റൽ പെയിൻറ്റിങ്, കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കളേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് കുറേ ഡിജിറ്റൽ പെയിൻറ്റിങ്ങും അവൻ ചെയ്തു തുടങ്ങി. അപ്പം അല്ലാണ്ടുള്ള ബ്രഷ് വെച്ചുള്ള പെയിൻറ്റിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയെങ്കിലും അതിനേക്കാൾ അവനിഷ്ടം ഈ ഡിജിറ്റൽ പെയിൻറ്റിങ്ങാണ്. അപ്പോൾ അങ്ങനെ കുറേ പെയിൻറ്റിങ്സ്, ഇപ്പോൾ ഇവൻ്റെ കുറേ പെയിൻറ്റിങ്സ് പല സ്ഥലത്തും, അതുപോലെ ഫോട്ടോഗ്രാഫ്സും പല ഗാലറീസിലും വലിയ എക്സിബിഷൻസിലൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവലിലും ഒക്കെ. ഇപ്പം ടാറ്റ സ്റ്റീൽസിൻ്റെ സബൽ അവാർഡിൽ ഇവൻ വിന്നറായിരുന്നു ഫോട്ടോഗ്രാഫി കാറ്റഗറിയിൽ. അതുപോലെ പല സ്ഥലത്തും പല അവാർഡ്സും കിട്ടിയിട്ടുണ്ട്, സ്റ്റേറ്റ് ലെവലും നാഷണൽ ലെവലിലൊക്കെ ആയിട്ടുള്ള. അപ്പോൾ അതിൽ വെച്ചാൽ ഇപ്പോൾ അവാർഡൊക്കെ കിട്ടുമ്പോൾ അവർക്കൊരു പ്രത്യേക ഫീലിംഗ് ഒന്നുമില്ല. ഓക്കെ കിട്ടി അത്രയേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് അതിനോടുള്ള ഭയങ്കര എന്തൊക്കെയോ കിട്ടിയപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുമല്ലോ അയ്യോ എന്നുള്ള കിട്ടിയില്ലോ എന്നുള്ളൊരു സന്തോഷമോ അങ്ങനെ ഒന്നുമില്ലേ. അതൊക്കെ എല്ലാം സെയിം സാധാരണ പോലെ തന്നെയാണ്. നിറങ്ങളോട് കൗതുകം കൂടുതലുള്ള സാമിന് വളരെ ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അമ്മയ്ക്കൊപ്പം നിന്ന് എല്ലാവർക്കും വേണ്ടി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യാൻ സാമിന് ഇഷ്ടമാണ്. പുഞ്ചിരി കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന സാം ഭക്ഷണം കൊണ്ട് എല്ലാവരെയും സംതൃപ്തിപ്പെടുത്തും. പാട്ടിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു ചിട്ടയായ ജീവിതമാണ് സാം നയിക്കുന്നത്. ഇപ്പം അവന് ബേക്കിങ്ങിനോടാണ്. കാരണം ഞാനും ഇപ്പം ഡാഡി അവിടെ നിന്ന് മാറിയില്ല, മൂവാറ്റുപുഴയിൽ നിന്ന് മാറിയപ്പോൾ ഫോട്ടോഗ്രാഫിയോടുള്ള ഗൈഡൻസ് ഒക്കെ കുറഞ്ഞപ്പം അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു. ഇപ്പം ബേക്കിങ്ങിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കണം. കുക്കീസ്, ബ്രൗണീസാണ് മെയിനായിട്ട് ഓസം ബൈറ്റ്സിൽ ബേക്ക് ചെയ്യണത്. ഇപ്പോൾ വീട്ടിലായാലും അവന് ഇഷ്ടമുള്ള കുറേ ഉണ്ട്. പൂരി ഉണ്ടാക്കുവാണെങ്കിൽ പരത്തുക, ചുടുക, അതൊക്കെ അവൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ ഈ ഫ്രൈ ചെയ്യുന്ന പരിപാടികളൊക്കെ അവന് ഇഷ്ടമാണ്. ഗുലാബ് ജാമുനൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. പിന്നെ ഈ കരിയാപ്പിലൊക്കെ അടർത്തി പല ടിന്നുകളിലാക്കി ഇങ്ങനെ അടച്ചെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക, അതൊക്കെ അവൻ്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ അവന് കൊടുത്തേക്കുന്ന ഡ്യൂട്ടി അവൻ തന്നെ ചെയ്യണം. അതാണ്, വേറെ ആരും ചെയ്യാൻ ഇഷ്ടമല്ല. അപ്പം അങ്ങനെ കുക്കിങ്ങിൽ കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ പെയിൻറ്റിങ് ഇപ്പോഴും അതെ. ഇപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ എക്സിബിഷൻസ് വരുമ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ സെലക്റ്റഡ് ആവാറുണ്ട് ഫോട്ടോഗ്രാഫ്സും ഒക്കെ. രാവിലെ എണീക്കുമ്പോൾ പോലെ ചോദിച്ചുകൊണ്ടിരിക്കും ലാസ്റ്റ് വരെ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി എന്നുള്ള. ഓസം ബൈറ്റ്സിൽ പോയിട്ട് വന്നിട്ട് പിന്നെ എന്താണ് ഇന്ന്. അതുപോലെ ഫുഡ് ഭയങ്കര ഇഷ്ടമുള്ള ആളുമാണ്. അപ്പോൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന്, ലഞ്ചിന് എന്താണ്, ഡിന്നറിന് എന്താ, അതൊക്കെ രാവിലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് അറിഞ്ഞ് വെക്കണം അവന്. പിന്നെ അവൻ ഓസം ബൈറ്റ്സിൽ പോകും. പിന്നെ അവിടെ അവരുടേതായ രീതിയുണ്ട്, അവരുടേതായ റൂട്ടീനുണ്ട്. അവിടെ നമ്മൾ മെയിൻലി കുക്കിംഗ്, ബേക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ചെയ്യും. പിന്നെ വൈകുന്നേരം വന്നു കഴിയുമ്പം പിന്നെ അവൻ്റെ ഫ്രീ ടൈമിൽ അവൻ ചെയ്യണത് മെയിനായിട്ടും പാട്ട് കേൾക്കുക. പാട്ടും ന്യൂസും, ഇത് രണ്ടുമാണ് അവൻ്റെ മെയിനായിട്ടുള്ള ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. അവിടെ പോയിട്ട് അവന് സെപ്പറേറ്റ് തന്നെയായിട്ടൊരു TV വെച്ചിട്ടുണ്ട്. അതിൽ ന്യൂസ് ചാനൽസ് എല്ലാം 1 by 1 ആയിട്ട് മാറിക്കണം. ലെറ്റേഴ്സ് ഇങ്ങനെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ജൈവൻ ഒരു സെൽഫ് ലേണറാണ്. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും 3ഉം അവൻ തന്നെ അങ്ങ് പഠിച്ചു എടുക്കുകയത്. ലെറ്റേഴ്സും റീഡിങ്ങും റൈറ്റിങ്ങും 3 ലാംഗ്വേജ് അവൻ തന്നെ. അപ്പോൾ ആ ലാംഗ്വേജ് ലെറ്റേഴ്സിനോടൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ ഈ ന്യൂസിൻ്റെ അടിയിൽ വരുന്ന ഇങ്ങനെ വന്നു പോകുന്ന സ്ക്രോൾ ചെയ്യണ ന്യൂസ് വായിക്കാനും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ന്യൂസ് കുറേ കാണും. അതുപോലെ തന്നെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് പാട്ടെന്ന് പറയുമ്പം അവന് കുറച്ച് സെലക്റ്റഡ് ഇതുണ്ട്. ആ പാട്ടുകൾ ഇപ്പം നഗുമോ അവനിപ്പം സ്ഥിരമായി കേൾക്കുന്ന അതാണെങ്കിൽ ചിലപ്പോൾ ആ 2 ബീറ്റ് 2 ലൈനൊക്കെ ആയിരിക്കും. അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഒരു 1000 ടൈംസ് ഒക്കെ ഒരു ദിവസം ഇങ്ങനെ അത് മാത്രം കേട്ടുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല.
അപ്പോൾ ഫ്രീ ടൈമിൽ അവൻ ചെയ്യുന്നത് അതാണ്. പിന്നെ അവന് വണ്ടികൾ ഭയങ്കര ക്രേസാണ്, 2 വീലറായാലും 4 വീലറായാലും. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ 2 വീലർ ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൻ ഇറങ്ങും, അതൊന്ന് ടച്ച് ചെയ്യണം, അതിലൊന്ന് ഓണം അടിക്കാൻ പറ്റുവാണെങ്കിൽ ഓണം അടിക്കണം, കീ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അവന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വണ്ടികൾ, പാട്ട്, ബേക്കിംഗ്, ഇത് മൂന്നുമാണ് മെയിനായിട്ടും അവൻ്റെ ലൈഫിലെ മെയിൻ കാര്യങ്ങൾ. ഓട്ടിസം എന്ന വാക്ക് നമുക്കിപ്പോൾ ഇത്രയധികം സുപരിചിതമാണെങ്കിലും 20 വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ കൃത്യമായ ഒരു അറിവുണ്ടായിരുന്നില്ലെന്നും അമ്മ പറയുന്നു. സാം ആദ്യം സംസാരിച്ചതുകൊണ്ട് തന്നെ തെറാപ്പിക്ക് പോകുമ്പോൾ ഒരു സംതൃപ്തി ലഭിച്ചിരുന്നില്ല. എന്നാൽ സാമിന് എല്ലാം പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എന്നീ 3 ഭാഷകൾ സാം വായിക്കുകയും ചെയ്യുമെന്നും അമ്മ പറയുന്നു. സാമിന് ഓട്ടിസം അറിഞ്ഞപ്പോൾ ഒരുപാട് തെറാപ്പി സെൻറ്റേഴ്സ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു, ആകെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടെ കൊണ്ടുപോയപ്പോഴും എനിക്കും എൻ്റെ മമ്മിക്കും ഞങ്ങളായിരുന്നു കൊണ്ടുപോകാറില്ല, അത്ര സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. ഇതിങ്ങനെ എന്താ, അവന് ഓൾറെഡി സംസാരിച്ചിരുന്ന കുട്ടിയാണല്ലോ, പിന്നെ അവനെ ഇങ്ങനെ അവിടെ ഞെക്കി ഇവിടെ ഞെക്കി സൗണ്ട് ഉണ്ടാക്കുക, അതൊക്കെ അവൻ ഓൾറെഡി സംസാരിച്ച് ഇപ്പോഴാണെങ്കിൽ അഡ്വാൻസ്ഡ് ആണ്. പല ഓട്ടിസത്തെ പറ്റിയും പഠിച്ചിറങ്ങുന്ന പിള്ളേരാണ് തെറാപ്പിസ്റ്റുകളൊക്കെ വരുന്നതൊക്കെ. അന്ന് കുറവായിരുന്നു, അതുകൊണ്ട് കാര്യമായ തെറാപ്പി അവന് കൊടുത്തിട്ടില്ല, ഓട്ടിസം റിലേറ്റഡ്. ഇപ്പോൾ സ്പീച്ച് ആയാലും ഇതായാലും. പിന്നെ പഠിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സെൽഫ് ലേണറാണ്. നമ്മൾ കുത്തി പിടിച്ചിരുത്തി ഓരോന്നൊക്കെ പഠിപ്പിച്ചാലും അത് പഠിക്കണം എന്നില്ല. പക്ഷെ അവനെല്ലാം ഒബ്സർവ് ചെയ്യേണ്ടത്, റീഡിങ് റൈറ്റിംഗ് ഒക്കെ 3 ലാംഗ്വേജ് അവൻ തന്നെ സ്വയമായിട്ട് എങ്ങനെയൊക്കെയോ പഠിച്ചെടുത്തതാണ്. അതുകൊണ്ട് അവനെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് വലിയ എഫേർട്ട് വേണ്ടി വന്നില്ല. ടീച്ചേഴ്സൊക്കെ പറയും അവൻ ഇങ്ങനെ വേഗം ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ അവന് ഇഷ്ടമുള്ളതേ പഠിക്കുകയുള്ളൂ. ഇപ്പം 1ാം ക്ലാസ് 2ാം ക്ലാസ്സൊക്കെ ABCD 1 2 3 ഒക്കെ മതി. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നപ്പം അതൊന്നും അവനൊരു താല്പര്യമൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ തിയറി അതൊന്നും ഇതില്ല. അതുകൊണ്ടാണ് പിന്നെ NOS പോയത്. NOS ABC ലെവൽ കഴിഞ്ഞു. 10th സമയത്താണ് കൊറോണ വന്നത്. അന്നേരം ഈ NOS ട്രെയിനിങ് ഒക്കെ നിന്ന്, സ്കൂളിങ് എല്ലാം നിന്നല്ലോ. അപ്പോൾ പിന്നെ എനിക്കൊരു സജഷൻ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റാം. അപ്പോൾ അവനെ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി. 10th അവന് ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി, SSLC എഴുതിയത്. അതുപോലെ തന്നെ പിന്നെ 11th 12th കഴിഞ്ഞു, അതും സ്റ്റേറ്റ് സിലബസ്. +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഹയർ സ്റ്റഡീസിലേക്കൊന്നും പോയില്ല. അവന് കുക്കിംഗ് ഇഷ്ടമുള്ളതുകൊണ്ട് ചെറിയ കുക്കറി റിലേറ്റഡ് കോഴ്സസ് ഒക്കെ ചെയ്തു. ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും സാം വളരെ വേണ്ടപ്പെട്ടയാളാണ്. എല്ലാ ദിവസവും സാമിൻ്റെ പ്രസൻസ് ആ ഇടങ്ങളിലുണ്ടാകും. എല്ലാവരെയും വളരെ പുഞ്ചിരിയോടെ സ്വീകരിക്കുന്ന സാമിനെ സമൂഹം ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അവൻ എല്ലാവരോടും, അടുത്തുള്ള വീടുകളിലും ഒക്കെ എല്ലാവരോടും, വീടിനകത്തേക്കൊന്നും കയറില്ലെങ്കിലും എല്ലാവരെയും അറിയാം, അവരോടൊക്കെ പോയി സംസാരിക്കുക, എല്ലാ ദിവസവും അവൻ്റെ ഒരു പ്രസൻസ് അറിയിക്കുക എന്നുള്ളത് ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് അവനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ രാത്രി ആയാലും അവൻ്റെ ആ റൂട്ടീൻ കറക്റ്റ്, കുളിക്കുക എല്ലാം. ഇപ്പം കുറച്ചൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും, കിച്ചണിലായാലും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്യും, തുണിയൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അവനായിരിക്കും ഈ ഗേറ്റ് പൂട്ടുന്നതും ഡോറ് ലോക്ക് ചെയ്യണതും, ലാസ്റ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ പിള്ളേരൊക്കെ കഴിച്ച ബിസ്ക്കറ്റിൻ്റെയോ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ എവിടെയെങ്കിൽ അതൊക്കെ എല്ലാം പിക്ക് ചെയ്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടുക. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവന് ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് ലാസ്റ്റ് കീ വരെ കൊണ്ടുപോയി വെക്കണത് അവനാണ്. അത് വേറെ ആരും ചെയ്ത്, ആരെങ്കിലും ലോക്ക് ചെയ്ത് അവൻ പോയി തുറന്നിട്ട് പിന്നെ ഒന്നുകൂടെ ലോക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു റീഡു ചെയ്യുന്ന ഹാബിറ്റും ഉണ്ട്. അപ്പോൾ അതുപോലെ ആ പെർഫെക്റ്റ് റൂട്ടീൻ മെയിൻറ്റെയിൻ ചെയ്യാനാണ് സാമിന് ഇഷ്ടം. അവനിപ്പം പാട്ടുകൾ കേൾക്കാനും ന്യൂസ് കേൾക്കാനും മുറിക്കകത്ത് ഇരിക്കുന്നുണ്ടെങ്കിലും അവന് ഇടയ്ക്കിടയ്ക്ക് വെളിയിൽ വരും. അതായത് അവനറിയാം ഓരോ ജോലി കഴിഞ്ഞ് ഓരോരുത്തരൊക്കെ ഏകദേശം എത്ര ടൈം. അവനെ ഇപ്പോൾ ഒരു അൺലോക്ക് ക്ലോക്ക് നോക്കി സമയം പറയാറില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് പോലെ ഉണ്ട് ശരിക്കും. ആ കറക്റ്റ് TV പരിപാടി തുടങ്ങുമ്പോൾ കറക്റ്റ് വരും, കറക്റ്റ് ഓരോരുത്തർ ഓഫീസിൽ നിന്ന് വരുന്ന കറക്റ്റ് അവൻ കറക്റ്റായിട്ട് വരും. എങ്ങനെയാണ് അറിയത്തില്ല. പക്ഷേ ആ എല്ലാവരോടും പോയി മിണ്ടും. എന്തെങ്കിലും ഒരു മുട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്, എല്ലാവരോടും ഇങ്ങനെ ഇടിച്ച് മുട്ട് കൊടുക്കും. അതിപ്പം സ്ഥിരമായി ഇവിടെ വരുന്ന പത്രക്കാരന് വരെ ഇവിടെ നിർത്തി അവനെ കൊണ്ടൊന്ന് ഹോണടിപ്പിച്ച് മുട്ട് കൊടുത്ത് വിളിച്ച് എല്ലാവരും അത് അവനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് അവൻ്റെ റൂട്ടീനായിട്ട്. ഇപ്പം എല്ലാവരും ഇവിടെ വരുന്ന എല്ലാവർക്കും ഇവനെ അറിയുകയും ചെയ്യാം. ശരിക്കും സൊസൈറ്റിയുടെ എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് കിട്ടിയേക്കുന്നത്. ആളുകൾ അവർക്കും അറിയില്ല ഓട്ടിസം എന്താണെന്ന്, പക്ഷെ എന്നാൽ പോലും സാമിനെ അവർ കൂടുതൽ കെയർ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്.
എനിക്ക് വെച്ചാൽ ഇവന് ഈ വണ്ടിയോട് ക്രേസ് ആയതുകൊണ്ട് റോഡിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരുന്നു. അപ്പോൾ എവിടെ വണ്ടി ഇഷ്ടമുള്ള വണ്ടി കാണുമ്പോൾ അങ്ങോട്ടേക്ക് ഓടും. അതിപ്പോൾ നട റോഡാണെങ്കിലും എന്തായാലും അവൻ ഓടും. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു. അതിപ്പോൾ ഗ്രാജുവലി അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം അവന് സൈഡിൽ നിൽക്കണം എന്നൊക്കെ ഏകദേശമൊക്കെ അറിയാം. എന്നാലും വണ്ടി കണ്ട ഒന്ന് ടച്ച് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം അവന്. അപ്പോൾ അല്ലാണ്ട് സൊസൈറ്റിയുടെ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും ഗ്രാജുവലി സ്റ്റെയർ ചെയ്യുമല്ലോ. ഇതുപോലെ ഒരു സ്പെഷ്യൽ കിഡാണ്, എന്തെങ്കിലുമൊക്കെ ആക്ഷൻസും ഇതുപോലെ ഓട്ടവും ഒച്ചെടുക്കലും ഒക്കെ ഉള്ളപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റെയർ ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഭയങ്കര പാനിക് ആവാറുണ്ട്. ഈ ആളുകളൊക്കെ നോക്കണം എങ്ങനെ ഇവനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുമായിരുന്നു. പിന്നെ ഗ്രാജുവലി ഇപ്പം ഞങ്ങളൊക്കെ ഓട്ടിസം ക്ലബിലെ മെമ്പേഴ്സാണ് ഇവിടെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ട്രെയിനിങ് കിട്ടിയപ്പോൾ പറഞ്ഞു, ആളുകൾ നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക, അവരെന്തെങ്കിലും സ്റ്റെയർ ചെയ്യുമോ പറയുമോ എന്തെങ്കിലും ചെയ്യും, നിങ്ങൾ മൈൻഡേ ചെയ്യേണ്ട, നിങ്ങൾ കൊച്ചിൻ്റെ അമ്മയായിട്ട് കൊച്ചിനെ മാക്സിമം കംഫോർട്ട് എടുക്കാൻ നോക്കുക, സ്റ്റെയർ ചെയ്യണമെന്ന് നോക്കിയേ വേണം. അപ്പം അങ്ങനെ കുറേ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ ഇപ്പം നല്ല ബോൾഡായി. ആളുകൾ എന്ത് പറഞ്ഞാലും കേൾക്കാണ്ട് കൊച്ചിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. പക്ഷേ എനിക്ക് ഇപ്പോഴും പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് സൊസൈറ്റിന് കിട്ടിയേക്കുന്നത്. അവരുടെ സപ്പോർട്ടും സാം ഇവിടം വരെ എത്തിയതിലൊക്കെ അവരുടെ വലിയ പങ്കുണ്ട്. തൻ്റെ സ്വപ്നങ്ങളും കരിയറും മാറ്റിവെച്ചുകൊണ്ടാണ് സാമിനായി അമ്മ ജീവിച്ചു തുടങ്ങിയത്. സാമിനുള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും ഒപ്പം ഒരാൾ വേണമെന്ന തിരിച്ചറിവിലുമാണ് ദീപ്തി ഇൻഫോ പാർക്കിലെ തൻ്റെ ജോലി രാജിവെച്ചത്. അമ്മയുടെ ഈ തീരുമാനത്തിലൂടെ സാം സ്വന്തമാക്കിയത് നിറങ്ങളും സീനറികളും പാട്ടുകളും ചേർന്ന ഒരു ജീവിതമാണ്. പല ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ US പോകാനും ജോബിലായാലും കുറേ ഹൈക്ക് അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴും ഇവനാണല്ലോ നമ്മുടെ പ്രയോറിറ്റി 1 ജോബിനെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പലതും കട്ട് ഡൗൺ ചെയ്തു. എന്ന് വെച്ചാൽ വേണ്ട, വെളിയിലൊന്നും പോകണ്ട, ഇവിടെ തന്നെ മതി എന്നൊക്കെയുള്ളത്. അപ്പോൾ ശരിക്കും ആ ലൈഫൊന്നും മാറി. ശരിക്കും നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ കൂടുതലായിട്ട് എഫേർട്ട് ഇടുന്നതും മുഴുവൻ ഈ ഓട്ടിസം, വായിക്കുന്ന ബുക്സ് മുഴുവൻ ഓട്ടിസം റിലേറ്റഡ് ആണ്, ബ്ലോഗ്സ് മുഴുവൻ ഓട്ടിസം റിലേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ ചെയ്യുന്നതും ഓട്ടിസം എങ്ങനെ ഇവനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുമ്പോട്ട് കൊണ്ടുവരാം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ്, തെറാപ്പീസ്, അതിനെപ്പറ്റി വായിക്കാണ്ട് കൂടുതലൊന്നും ആ സമയത്ത് ഇവിടെ ഇപ്പോൾ ഒരുപാട് തെറാപ്പി സെൻറ്റേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് ഇതുപോലെ തെറാപ്പി സെൻറ്റേഴ്സ് ഒന്നും ഇല്ല, വളരെ കുറച്ച്, അവിടെ എവിടെയൊക്കെ 1-2 ഉള്ളൂ. അതുപോലെ ക്ലാസ്സസ്, അവയർനെസ്, യൂട്യൂബ്, വാട്സപ്പ് ഒന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നോളജ് ഒന്നും ഇല്ല. ഈ ഗൂഗിൾ ചെയ്ത് കിട്ടുന്ന കുറച്ച് നോളജേ ഉള്ളൂ. അത് വീട്ടിൽ വന്ന് ഇവരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കുറേ ABA തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് കുറേ തെറാപ്പീസിൻ്റെ ഒക്കെ ലെസൺസ് നോക്കി പഠിച്ച് അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടാക്കുക, ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു മെയിനായിട്ടും. അപ്പം ഗ്രാജുവലി ആ ജോബിലേക്കുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞു. ആൻഡ് ഒരു പീക്ക് ലെവലിലെത്തിയപ്പോൾ പിന്നെ ഇവൻ ഒരു 10th NIOS ചെയ്തത്. അപ്പോൾ അത്രയൊക്കെ എത്തിയപ്പോഴത്തേക്കും പിന്നെ രണ്ടും കൂടെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായി വന്നു. അവിടെയും പ്രഷർ കൂടി, മീൻസ് അവിടെയും ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റീസ് കൂടി തുടങ്ങി. ഇവനെ ശ്രദ്ധിക്കണം, ഓക്കെ പാരൻസ് ഉണ്ട് കൂടെ, അന്നേരം ഫുൾ ടൈം എൻ്റെ മമ്മിയൊക്കെ കൂടെ ഇവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടും കൂടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗ്രാജുവലി ജോലി അങ്ങ് റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വീട്ടിൽ ഒതുക്കിയിരുത്തരുത് എന്ന അപേക്ഷയാണ് അമ്മ ദീപ്തിക്കുള്ളത്. ഇത്തരം കുട്ടികൾക്ക് മുൻപിൽ വലിയൊരു ലോകം തുറന്നിടണമെന്നും അമ്മ പറയുന്നു. അതായത് ഈ കുട്ടികൾക്ക് മാക്സിമം എക്സ്പോഷർ കൊടുക്കുക. പാർക്കിൽ, ബീച്ചിൽ, ബസ്സിൽ, ട്രെയിനിൽ, മെട്രോ, മാക്സിമം എക്സ്പീരിയൻസ്, മാക്സിമം എക്സ്പോഷർ അവർക്ക് കൊടുക്കുക. എന്നാലാണ് ഫ്യൂച്ചറിലേക്ക്, ഇപ്പം നമ്മൾ എത്ര നാളുണ്ടാവും എന്നറിയില്ല, അത് കഴിഞ്ഞ് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ലൈഫ് ജീവിക്കണ്ടേ. അപ്പോൾ അവരിതൊക്കെ ഫേസ് ചെയ്തേ പറ്റൂ. വീട്ടിൽ മാത്രം എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു ലൈഫ് ഉണ്ടാവത്തില്ലല്ലോ. അപ്പോൾ അവരെ വീട്ടിൽ ഒതുക്കാണ്ട് മാക്സിമം മറ്റു കുട്ടികളെ കഴിഞ്ഞ് കൂടുതൽ എക്സ്പോഷർ ഇവർക്ക് കൊടുക്കുക, എല്ലായിടത്തും ഇവരെ കൊണ്ടുപോവുക, എല്ലാ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒക്കെ കൊടുക്കുക. എന്നിട്ട് വെളിയിലിറങ്ങാം. പിന്നെ എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പായിട്ട് കൂടുവാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ പാരൻസിൻ്റെ ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ ഈ ഓസം ബൈറ്റ്സും ഓട്ടിസം ക്ലബ്ബും ഒക്കെ ഉള്ളത്. ഗ്രൂപ്പായിട്ട് കൂടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം തന്നെ ആകുമ്പോൾ നമുക്ക് പേടിയും എവിടെയൊക്കെ എത്താൻ പറ്റുമോ എന്നുള്ള ഒരു പേടിയൊക്കെ കാണും. ഗ്രൂപ്പായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സൊസൈറ്റിയുടെ ഒത്തിരി ഹെൽപ്പ് കിട്ടും. പേടിക്കരുത് ഒരിക്കലും മറ്റുള്ളവരെങ്ങനെ നോക്കും, അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ. അപ്പോൾ ഒരു പേടിയും കൂടെ കൊച്ചിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവനെ ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കാനുള്ള അത് മാത്രം മതി നമ്മുടെ എയിം. അങ്ങനെ മുമ്പോട്ട് പോവുക, വെളിയിൽ മാക്സിമം എക്സ്പോഷർ കൊടുത്ത് ഗ്രൂപ്പായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓട്ടിസം ഒരു രോഗമല്ല, മറിച്ച് അത് വ്യത്യസ്തമായൊരു മാനസികാവസ്ഥയാണ്. ഓരോ ഓട്ടിസമുള്ള കുട്ടിയിലും വ്യക്തിയിലും അവർക്ക് മാത്രമുള്ള കഴിവുകളും പ്രതിഭകളുമുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അവരെ മനസ്സിലാക്കാനും പിന്തുണ നൽകാനും അവരോടൊപ്പം കൂട്ടായി നടക്കാനുമാണ്.
സമൂഹം കൂടുതൽ ഉൾക്കൊള്ളുന്നതും സഹാനുഭൂതിയുള്ളതുമായതുമാകുമ്പോൾ ഓട്ടിസം ഉള്ളവർക്ക് ജീവിതം കൂടുതൽ എളുപ്പവും സുഖകരവുമായിരിക്കും. അവർക്ക് വേണ്ട സ്നേഹവും പിന്തുണയും നൽകാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്.